നിങ്ങൾ ഈ മുടി വിഷയം മാറ്റി നിങ്ങൾ ഗ്ലോബൽ സാധാരണ ഉള്ളവർ നിങ്ങളുടെ ഫിലോസഫി മറ്റുള്ള സുന്നത്തുമായിട്ട് നിങ്ങൾക്ക് പറയുന്നതിന് എന്താ തടസ്സം എന്റെ സംശയം. അതീക്കാദ്യം പറഞ്ഞത് അങ്ങനെ സംഭവത്തിലൊക്കെ പറഞ്ഞത് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഞാന് നിങ്ങൾ പറഞ്ഞ ഫിലോസഫി മറ്റോ ഒക്കെ ഗ്ലോബല് ക്ലാസ് എടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം മറ്റോ റൂമിൽ കൊടുക്കട്ടെ. സമ്മതിക്കോ? എന്നെ സംബന്ധിച്ച് കേരള ഇസ്ലാമിക് എന്നെ സംബന്ധിച്ച് സുന്നത്തമായിട്ട് പറയാൻ നിങ്ങൾ എവിടെയും പറയണം. എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അയ്യോ അങ്ങനെ എനിക്ക് ഒക്കെ ഞാൻ പറയാം. പറ്റൂല കേട്ടോ. എന്താ പറ്റാത്തത്? ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത് ഭാഗത്തേക്ക് നിങ്ങൾ ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. അത് ഞാൻ ചോദിക്കുന്നത്, ഞാനവിടെ പോകണമെന്നുള്ള ഉദ്ദേശമല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ചില ഫിലോസഫികൾ തിരുത്തേണ്ടതുണ്ട്. അത് തിരുത്താൻ പറ്റില്ല. അത് നിങ്ങൾ പിന്നെ വലത് ഭാഗത്തേക്ക് പോയിട്ട് കാര്യം. പക്ഷേ നിങ്ങൾ വ്യവസായ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അറിയുന്നറിയില്ല. ഉപഭോക്താവ് റസൂൽമാർ തലയെടുക്കാൻ പോയമാതിരിയുള്ള ഘട്ടമായിരുന്നു അസൂരിസ്താവ് എന്റെ തലയെടുക്കാൻ ആ വിഷയത്തിൽ തുടങ്ങിയത്. സുഹൃത്തുക്കളാണ് കേട്ടോ. മർക്കസിൽ പിന്നെ ഇയാളെ ഹസറജി കണ്ടിട്ട് പ്രബന്ധം അവതരിപ്പിച്ച ആളായത്. എന്തെങ്കിലും പറയണ്ടേ? നിങ്ങളെ പല മരുന്നുകളും ഇപ്പൊ പഠിക്കാത്ത അവസരമല്ലോ. ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഇംഗ്ലീഷിൽ നടത്തി പറയാൻ നമ്മളെന്നെ കൂടുതലായിരുന്നു ആദ്യം. അതന്നെ പറഞ്ഞേ. അത് ഈ കുറെ കാലം ഇത് അലോപ്പതി വിട്ടു. അതിനും മരുന്നുണ്ട്. എന്താണെന്നറിയാം, അതിന്റെ ഡോക്ടർമാർ പറഞ്ഞ ഈ പ്രകൃതി ചികിത്സ ആളുകളാണെന്ന ചികിത്സ എന്താണെന്നറിയാം. ഈ അലോപ്പതി ഇങ്ങനെ കുടിച്ചിട്ട് ശരീരത്തിനായതിന് ഡെയിലി രാവിലെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിതില്ലേ പല്ലിച്ചപ്പ് ജ്യൂസ് കുടിക്കുക ഡെയിലി രാവിലെ ഉറുമ്പാറ്റില്. ഭയങ്കര കഴിപ്പല്ലേ? അതൊക്കെ അത് പറ്റാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ആയി കുറെ എന്ത് ചെയ്യുന്നാൽ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഞാനോ എന്തിനാണ്? ഞാൻ അയാളെ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ അയാൾക്ക് എന്തില്ലേ കിതാബ് എഴുതിയില്ലേ പോലെ നിങ്ങളെന്തി പറഞ്ഞത്? ശരി, അതൊക്കെ ഏത് വിഷയത്തിൽ ഞാൻ അയാൾക്ക് എതിരിൽ പരസ്യത്തിലൂടെ കിതാബ് എഴുതി അച്ചടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞു ഈ കേവലം. പിന്നെ അയാൾ ആരായിരിക്കും? അല്ല വിഷയം ദുരന്തമല്ല. ഊരൊന്ന് ദീനല്ല പറയുന്നതേ. വിഷയം പറഞ്ഞു സാർ. നമുക്കറിയാലോ, നമുക്ക് പഠിക്കാൻ ഉദ്ദേശിച്ചാണ്. ആ പുസ്തകം തന്നെ നിങ്ങൾ കേരളത്തിൽ ഇപ്പം പഠിക്കുന്നുണ്ടാവും. കേരളത്തിൽ ഇൻഷാള്ള 25 കോടി കോട്ടക്കൽ ദാറുൽ കിതാബ് അറബിയിലേക്ക് ഇപ്പൊ സെൻഡാക്കും അടുത്ത ആഴ്ച. ഉസ്താദ് വിഷയം ഇപ്പൊ പറഞ്ഞില്ല. ഏതാ വിഷയം? അവിടെ ചെലവാക്കി ഏത് വിഷയങ്ങൾ? ഇയാൾക്കെതിരെ ജലിജുമക്കെതിരെ കിതാബ് ഏതൊരു വിഷയം? അയാളുടെ സുന്നി വിരുദ്ധ നിലപാടുകളല്ലേ മസലൻ എല്ലാം കൂടി പെണ്ണ് പറയുമല്ലോ. എന്നാ 1-2 പറഞ്ഞേ. 1-2 ഇമാമികളെ കിതാബുള്ള അനുസരിച്ച് 10 കൊടുക്കൽ നിർബന്ധം. ഒന്ന് അതന്നെ ഏറ്റവും വലിയ. അതന്നെ ഏറ്റവും വലിയ സുന്നി വിരുദ്ധതല്ലേ? അത് അയാൾ ഔദ്യോഗിക ആധികാരിക പ്രഖ്യാപനം. അയാൾ ആധികാരിക വെബ്സൈറ്റിലുണ്ടത്. വേണമെങ്കിൽ തുറന്നു നോക്കിക്കാം. അല്ലാരിമില്ല അല്ലാമെന്നുള്ള സൈറ്റ്. കേരളത്തിലെ വഹാബികളായി കിട്ടാത്ത അതിനെ നമ്മൾ പ്രത്യേകിച്ച് നേർച്ചയായിക്കോട്ടെ. കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മറുപടി വരാൻ നേരം ഉണ്ടാവും. അല്ല അടുത്ത ആഴ്ച കിട്ടുന്നല്ലോ. 25-ാം തീയതി ആളെ മോട്ട് നോക്കിയിട്ടല്ല നമ്മള് കാര്യം പറയാം. നമ്മൾ വിഷയം പഠിച്ചാൽ കൂട്ടി പറയാം. അയിമല് തട്ടുന്നോട് തട്ടുന്നോട് മുട്ടും. അറബിയിലല്ല, കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ പറയേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് അടുത്ത പിന്നെ നിയമം കാര്യങ്ങളല്ല. ഒരു വിദേശി അവിടെ പോയിട്ട് അവിടെയുള്ളൊരു പിന്നെ ഗ്രാൻഡ് മോസ്റ്റിക്കെതിരെ കിതാബ് എഴുതുന്ന അവിടെ നിയമകർശനങ്ങളൊന്നുമില്ല. നിയമകർശനം എനിക്കിപ്പോ ഇവിടെ നാട്ടിൽ നിന്ന് പോയിട്ട് എത്രയുണ്ട് വേറൊന്നും ചെയ്യില്ല. നിങ്ങളുടെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാഫിസലെ SS ചങ്ങലൂരിന് ഒരു വർണ്ണം വരുക. നിങ്ങൾ തന്നെ ചങ്ങലൂരിൽ എന്റെ പേര് വെച്ചിട്ട് തന്നെ ശരിക്കും 500ഓളം പേജുള്ള കിതാബാ. മൂപ്പർക്കെതിരെ ഒരു കിതാബല്ലേ, അത് വേറെ കിതാബാണ്. അതിന്റെ ആമുഖത്തിന് മൂപ്പരുടെ നയങ്ങളെ പരസ്യമായിട്ട് ഖണ്ഡിച്ചുകൊണ്ട് എഴുതി മാത്രമേ ഉള്ളൂ. അല്ല മൂപ്പർക്കെതിരെ കിതാബ് എഴുതാൻ മാത്രം മൂപ്പരുണ്ട്. കിതാബിന്റെ പേര് തറാജിമു ഉലമാഇ ശാഫിഇയ്യ ഫി ദിവാരിൽ ഹിന്ദിയ്യ. 500 പേജോ? 478 പേജ്.
നിങ്ങൾ നിങ്ങൾ അല്ലല്ല വ്യക്തിപരമായി എനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. അല്ല, അത് എനിക്ക് താല്പര്യത്തിൽ അവിടെയുള്ള നല്ലൊരു ശതമാനം ആളുകൾ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. അത് പൊട്ടാണിപ്പോ ഈ ചെറുപ്പമൊക്കെ. പക്ഷേ ഏത് ഹബീബായിരുന്നാലും ശരി, ആ സാധനം വിറ്റിട്ടുള്ള വിനയമുണ്ടല്ലോ, അത് വേണ്ട. അത് നമ്മൾ വെക്കണല്ലോ തന്നെ. നമ്മളെന്തിനാ വെക്കുന്നത്? നമ്മളിപ്പോ നമ്മളായിട്ട് വെക്കാൻ ചെയ്യുന്നില്ല എന്നാലും ശ്രമിക്കുന്നില്ല. വെക്കുന്നവർക്ക് നമ്മൾക്ക് തലവെച്ച് കൊടുക്കുകയും ചെയ്യുന്നില്ല. ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. നിങ്ങളൊക്കെ അധികാരത്തിലിരിക്കുന്ന ക്ലാസ് റൂമിലല്ലേ ഈ സംസാരം പറഞ്ഞത്? വെക്കാന്നല്ലാതെ 500 അതല്ല, നമ്മള് രണ്ട് ധ്രുവങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടി വായിക്കണം. കാരണം ഇത് ഒന്നല്ലാതെ മറ്റൊരു രൂപത്തില് മനസ്സും ശരീരവും ആകെ ഇങ്ങനെ തരിച്ചു കുട്ടിട്ടാണ് അതിന്റെ മുകളിൽ ഇങ്ങനെ തരിച്ചു പിടിച്ചിട്ട് ഒരിടയിൽ പെട്ടെന്ന് നമ്മളൊരു വിഷയം പറഞ്ഞാൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ പറഞ്ഞാല് ദോഷമുണ്ടാകുക. അപ്പൊ നമുക്ക് ആ ചർച്ച നമ്മളിപ്പോ ഞാൻ പറഞ്ഞോ, ഞാൻ നമ്മളൊക്കെ വൈകിട്ട് വിഷയം പറയുമ്പോൾ ഞാൻ വൈകിട്ട് അതിന് വന്നില്ല. അതിലൊരു പ്രതിഷേധമുള്ള നോക്കില്ല. പിന്നെ അയാൾക്ക് ഓപ്പൺ വരാൻ പറ്റുന്ന വൈകിട്ട് ഇന്നിപ്പോ ചർച്ച പോയിട്ടോട്ടെ. മൂപ്പർ പോയിട്ട് നമ്മളെ ബീ ബുക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞത് മൂപ്പർ പോയി പണി വെക്കട്ടെ. അല്ലാതെ ഞാൻ പറഞ്ഞേക്കില്ലേ. അപ്പൊ ഇന്ന് ചർച്ച കൊണ്ടുവരാൻ നോക്കിയപ്പോ നമ്മളെ ചർച്ച തിരിച്ചു വിട്ടു. ഉത്തരാടെ മലബാർ ഞാൻ കണ്ടിരുന്നു. ഉത്തരന്തിനാണ് പോണത്. അവിടെ ഇത് തനിച്ച് തോന്നിയാസം നടന്നു പോകുന്നു. അപ്പൊ നമ്മളെന്താന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നത് എന്ന് പറഞ്ഞാല് ഈ ദീന് പറയാനുള്ള ഒരു അവസരമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് ഗോവത്തിന്റെ ഒരു അവസരം. അതൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാവും ഹബീബി. അവസരങ്ങൾക്ക് അള്ളാഹുത്താല ഈ ഇഖ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വിജയം ഉണ്ടാവും. ഇഖ്ലാസിനെ തോൽപ്പിക്കാൻ പറ്റിയ സാധനം ഇവിടെ ദുനിയാവില്ല. അതൊന്നുമില്ല. ഇല്ലാന്നുള്ളത് തെളിവില്ല നമുക്കിപ്പോ ഈ ഗ്ലോബലൈസേഷൻ. അയ്യോ, അന്ന് നമുക്കതുണ്ടേനി. ഇപ്പൊ നമുക്ക് ഒരു കുറവില്ല. ആ വിഷയത്തിൽ ഒരു കുറവില്ല. ഇപ്പൊ ഒരു 10 മാസം അങ്ങോട്ട് കൂടാനല്ലാതെ ഇങ്ങോട്ട് ഗ്ലോബൽ വോയിസിൽ ഒരുപാട് നിരപരാധികൾ ഞാൻ പറയുന്നില്ല. കുമ്മോളിക്കൊക്കെ അയാളുടെ മുമ്പിൽ ഞാൻ പിന്നെ വേറൊരു സ്ഥാനിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്ത് അവിടെ അനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തതാണ്. എന്നിട്ട് മൂപ്പർക്കൊന്നും നേരം വെളുത്തില്ല. പിന്നെ എന്താ ചെയ്യുക? എന്തൊക്കെ സഭാത്തായാലും വിളിക്കാൻ പറഞ്ഞേ. പക്ഷേ കാര്യം കേൾക്കണോ? ഇനി കുറച്ച് ടീം ഇവിടുന്ന് പോകാണ്ട് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയത്. കുറച്ച് ടീമേ ഗ്രൂപ്പിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് വരാം. അതാണ് ചോദിച്ചത്, എത്ര ആളുടെ ഇഷ്ടങ്ങൾ കയ്യിലുണ്ട്? കുറച്ചുണ്ട്, സൗകര്യമുണ്ട്. അല്ല, എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നറിയാം. നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ലിസ്റ്റാണ് ഇപ്പൊ പലരെ നടക്കുന്നത്. എന്തിനാണ് റോഡിന്റെ കട്ടം തീർച്ചു? അതെന്താ കാട്ടം പറഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഒരു പക്വമായ തീരുമാനം അയാൾക്ക് ആ ആളുകളെ ഒന്നിച്ചെത്തിയെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മുഷാവറ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ മുഷാവറയിലേക്ക് നേരത്തെ ചെല്ലുകയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സദസ്സിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഈ വിഷയത്തിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ കുറച്ച് ആളുകൾ എന്നാലും തുറന്നു പറയാനുള്ള അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ എത്ര കാലമായി നമ്മൾ പറയാൻ തുടങ്ങി. ഇത് മാറോ? പറയുന്ന ഞാൻ നിങ്ങൾ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് ഇമാമത്ത് ആയിട്ട് നിന്നിട്ട് ഒരാൾ പാട്ട് പോയി പറയാനുള്ള ചമ്പിട്ടുള്ള ആരല്ലേ? നിങ്ങൾ ഇവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായോ വിഷയം? അതാ ചോദിച്ചത്. അതാരുണ്ടായി? ആരുമില്ല. ഒരു വാർത്തെന്ന് പറഞ്ഞ ആളുകളില്ല. ഒരു വാർത്ത ഓല് മാറുന്നത് ഹയറിന് വേണ്ടി ആയിക്കൊള്ളുന്നില്ല. ഓല് ചിലപ്പോൾ അപ്പുറത്ത് പോയാൽ കാശ് കിട്ടും, സ്ഥാനം കിട്ടും, ഒക്കെ കിട്ടും. അപ്പുറത്തൊക്കെ കിട്ടാൻ അങ്ങനെ വളരെ അതിലാണ് നമ്മൾ ഈ വിഷയം പറഞ്ഞത്. അല്ല, അതൊക്കെ മറ്റൊരു കാര്യം. അങ്ങനെ പോയാൽ ഓല ദീന് ഓൽക്ക് ആശ്രയിക്കുക, അതൊന്നുമല്ല നമ്മളെ ചോദ്യം. ഞങ്ങളെല്ലാം സംസാരാവില്ല. നമ്മൾ ഈ വിഷയത്തിൽ ഇത്രേ കാണുന്നുള്ളൂ. ഇത് പർച്ചോടെ ചോദിച്ചിട്ട് ഇപ്പൊ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട്? കൽബിന്റെ ഉള്ളിൽ തുറന്നു നോക്കാനൊന്നും കഴിയൂല. ജലസേവനം നിർത്തി വെക്കാനുള്ള മാർഗം അതങ്ങനത്തെ അത്ര വിഷയങ്ങൾ മാത്രം തൽക്കാലം തന്നെ. അല്ല, ഇത് നമ്മൾ കഴിഞ്ഞാലും പറഞ്ഞില്ലേ നിർത്തിക്കണം. ഒരു കൊല്ലം നിന്നാ അതാ പറയുന്നത്. അതിന് അങ്ങനത്തെ അതിന്റെ ഇരട്ടിയായി പറഞ്ഞുള്ളൂ. അത് നമ്മള് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെന്താക്കിയത് നമ്മളിപ്പോ അയാളെന്ന് പറയുന്ന പുസ്തകങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കുമ്മൂടിന്ന് പറയും ചെയ്തു. ഈ പുസ്തകങ്ങൾ എതിർക്കും തോറും
അത് വളരുകയാണ്. എന്താ പറയല് ഞാനേതാണില്ല നിങ്ങളെ കൂട്ടത്തിലില്ല. നമ്മള് പുറത്ത് പറഞ്ഞിരിക്കണം ഈ ചെയ്യുന്ന കണ്ടിത്തരൊക്കെ ഇനി മേലെ ആവർത്തിക്കുവാനാണ് പരസ്യമായിട്ട് നമുക്ക് ഉറപ്പ് കിട്ടിയാൽ അന്ന് വരാം. കഴിഞ്ഞ പോട്ടെ അതിനൊക്കെ നമ്മൾ വിടാം. ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കൂല എന്നൊരു ഉറപ്പ് നമുക്ക് തന്നാൽ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നിന്ന് തന്നെ പറയും. സുന്നത്തിനൊക്കെ പറയും ഗ്ലോബലിൽ വരുന്നുണ്ട് ദിവസം ബാക്കി പത്രല്ലേ അല്ലല്ല അങ്ങനെയാണ് നമ്മൾ മറ്റുള്ള ആളുകളിൽ നിരുത്സാഹമുണ്ട്. കാരണം ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വളരെ ഇത്രയൊക്കെ എങ്ങനെ നോക്കിയാൽ ഇത്രയൊക്കെ വിഷയങ്ങളോ വിവാദങ്ങളോ പ്രശ്നങ്ങളോ അനുകൂലമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മൾ എത്രത്തോളം ഇത് പിടിച്ചു നിർത്തുന്നുണ്ട്. അത് നിങ്ങളാണ് ആ ഭാഗത്ത് ചിന്തിക്കാത്തത്. അതൊരു നോക്കി അപ്പുറത്തും മറ്റുള്ള കേരളത്തിന്റെ അങ്ങോളം എല്ലാ വേദികളും നോക്കി, പിന്നെ മലയാളം നോക്കി, മറ്റുള്ള ക്ലാസ് എല്ലാവരും ഇതല്ല. ഇതൊക്കെ എന്തായിട്ടും നമ്മൾ ആ ചർച്ചകളുടെ പേരിൽ നമ്മൾ റൂമായിട്ട് പോലും നമ്മൾ എത്ര സൂക്ഷിച്ചാൽ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വലിയൊരു ശതമാനങ്ങൾ പറയുന്നത് സത്യമാണ്. ഇത് അംഗീകരിക്കുന്നുണ്ട്, നന്ദിയുണ്ട്. അതേ സമയത്ത് ഇവിടെ ഈ കുറെ ആലിക്കുട്ടി പൈസകളുണ്ട് പൈക്ക് കിട്ടിയവര് മാത്രം പറയുന്നേ. നമ്മൾ അവൻ മാനസിക അവർക്ക് അറിയാത്ത ആളുകൾ നമ്മൾ ഓൺലൈനെ കുറ്റപ്പെടുത്തുക. ഓരോർക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഓരോട് നമുക്ക് കുറെ പോലീസുകളായ ചില ആളുകളോട് ചില കാര്യം തുറന്നു പറയാൻ പറ്റുന്നതാണ് നമുക്കതിലൂടെ. അത് ചിലപ്പം വേറെ വിസ്ഫോടനം ഉണ്ടാവുന്നതുകൊണ്ട് എന്തായാലും ഓരോ ഉത്തരവാദിയല്ല ശരി. ഓരോ ഇതിന് ഇത് പുറപ്പെടും ഓരോ ഉത്തരവാദിയല്ല ചെയ്യിച്ച ആളുകളുടെ ഉത്തരവാദിയാവണം. അവരോട് വിഷയം പറയുന്ന നിർദ്ദേശം ചുരുങ്ങിയത് ഏത് വിഷയം ഇവരോട് പറയും നിങ്ങൾ മേലാലും മൈക്കെടുത്തിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കരുത് പറഞ്ഞൂടെ. അവർ ഈ ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല. നമ്മൾ ആ വിഷയം ഇവിടെ നിർത്തിയ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അക്കോ പാർട്ടിയിലെ മറ്റൊരു വിഷയം ആ വിഷയം മേലാലും അങ്ങനെ ഒരു തീരുമാനം വാശം കഴിയും. അല്ല ഞാൻ ചെയ്യട്ടെ എല്ലാ അവസ്ഥ ഞാൻ പറയാം. നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പറയാൻ പാടില്ല പറയുന്നത്? ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സാധുക്കളുണ്ട് അവരെ ഈമാൻ നഷ്ടപ്പെട്ടാക്കിയിട്ടുണ്ട്. അല്ല നിങ്ങൾക്കിപ്പോ ഇത് അല്ലാന്ന് ബോധ്യപ്പെട്ടോണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതന്നെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും വികാരപരമായിട്ട് ഈ വിഷയം അതാവുന്നു അതിന്റെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഓപ്പോസിറ്റ് ചെയ്ത ഒരാളുകൾ അപ്പുറത്തും അതേ നമുക്ക് കാണുന്നത്. അതിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ ആവശ്യം നമ്മളാണ്. നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ആവശ്യത്തിൽ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അത് അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ആലിക്കുട്ടിനെയും അല്ലാണ്ട് പിന്നെ കീശേരിനെയും ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. ചെയ്യാൻ പറ്റുന്ന വിഷയം അതാണ് ഞാൻ ഉസ്താനോട് ചോദിച്ചത്. ആരോട് അതൊരു ഉസ്താനോട് ചോദിച്ചത്. അങ്ങനെ ഒരു ടീം നമുക്ക് നിലവിലിപ്പോ ഇങ്ങനെ പോകുന്ന പറയപ്പെടുന്ന ടീം മുഖ്യങ്ങളായ ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് രംഗത്ത് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. അത് രംഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പബ്ലിക് ചെയ്തിട്ട് ഇങ്ങനെ എന്താ ചർച്ച എന്താണുള്ളതല്ല നമ്മളെ വിഷയം. ഈ രണ്ട് വിഷയം ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇനി ഇപ്പോൾ വെള്ളക്കച്ചവടം ചെയ്യുക, ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇഷ്ടം ഒന്ന്. രണ്ടാമത്തെ വിഷയം ഇതിന്റെ പേര് പറഞ്ഞ് നമുക്ക് പത്ര ആവശ്യമുള്ളൂ. ഇവര് ഈ പരസ്യമായിട്ട് ഇനി ഇതിന്റെ പേരിലൊരു ഇതുണ്ടാക്കണം ഉണ്ടാക്കരുതെന്നുള്ളത് നമ്മൾ കാണുന്നു. അങ്ങനെ ഈ വേസ്റ്റാറിനൊക്കെ എന്താണ് കാര്യങ്ങൾ അറിയാം. ഇന്നത്തെ എന്താ ഇക്കോട്ട് കളിക്കുന്നു മനസ്സിലാകുന്നു. അതാണ് ചോദിക്കുന്ന വിഷയങ്ങൾ ആർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇയാളൊക്കെ ചില്ലറക്കാരനാണ്. വേസ്റ്റാർ ഒരു കഥ ഒരു സമ്മേളനത്തിന് ഈ വേസ്റ്റാർ ഉണ്ടല്ലോ ഈ പിന്നെ തോട്ടുമുഖത്തിന്റെ ഒരു ഫലസ്തീൻ അറബി വന്നിട്ട് പരിഭാഷപ്പെടുത്തി കൊടുത്തു റിസർഫ് മർക്കസ് സമ്മേളനത്തിന്. എന്നിട്ട് രസം കേൾക്കും. ഫലസ്തീൻ അറബിനെ സാധാരണ നമ്മളൊരു കൊണ്ടുകൂടി നിൽക്കുന്ന നെടുമ്പാശ്ശേരിയുടെ കരിപ്പൂരില്ലേ, വേസ്റ്റാർ നേരെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ആക്കിയ മൂപ്പര് വസിക്കുന്ന വേസ്റ്റാർ സലാം പറഞ്ഞു തുടങ്ങി. നോക്കാൻ നടത്തുന്നുണ്ട്.
ഇന്ന് ശരിക്കും മറ്റേ ന്യൂസിലൂടെ നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒരു പെണ്ണ് അവളെ പേരെന്തേനും പഠിച്ചവനെ വീണയാ വയലിന് എന്തോ സാധനം ഓടി ചുള്ളിക്കോട്ട് ആ എന്റെ ചോദിച്ചു. പിന്നെ ഡോക്ടർ ചുള്ളിക്കോട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാവും. മൂപ്പര് അത് നല്ല തന്ത്രപരമായിട്ട് സ്കിപ്പ് ചെയ്യാം. മൂപ്പര് തുർക്കിയിൽ നിന്ന് വന്ന ആൾ കൊടുത്ത ബുക്കിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ ബുക്ക് എന്തെന്നാ പറയുന്നത്. അതിന്റെ അടിയിൽ തന്നെ ഉണ്ട് പിന്നെ വ്യക്തമായ ഒരു കത്തിയ ഒരു തെളിവ് ഇല്ലാത്ത കാലത്താണ് സ്ഥിരപ്പെടുക. മറുവാദം പറയുന്നുണ്ടല്ലോ നമ്മൾ 100 തെളിവ് കൊടുക്കുക എല്ലാന്നല്ലേ. വെറുതെ പറഞ്ഞ് വഷളാന്നല്ല ആളുകളെ മുമ്പിൽ എന്നിട്ട് പൊട്ടന്മാരെ കുറെ ആൾക്കാർ വന്നിട്ട് കൂടുന്നുണ്ട്. ചർച്ചകൾ നടത്തുമ്പോൾ ചർച്ച ഇന്നിപ്പോ സാധാരണക്കാരായ ചില ഒരു 5-6 ആളുകൾ ഭയങ്കര സജീവമായ ആളുകൾ എന്നോട് ചോദിച്ചിട്ട് ഈ വിഷയത്തില് അവരൊക്കെ ഇടർച്ച വെച്ച് നിൽക്കുന്ന ആളുകളാണ്. നമ്മളെ റൂമിലാ സാധാരണക്കാരല്ലേ? നമ്മളെ റൂമിലാ നമ്മളെ റൂമിൽ കേൾക്കുന്നുണ്ട്, അല്ലാതെ ഉള്ള സംഘടനാ പ്രവർത്തകരായ ഷെറഫ് ഞാൻ അതിന്റെ ഹുക്കുമും കാര്യമൊന്നല്ല പറയുന്നത്. അയാൾ പലവട്ടം ഞാൻ അവിടെയുള്ള ഒരു ഫലസ്തീനെ വിളിച്ചപ്പോഴും ഫലസ്തീനല്ല സിറിയക്കാരനെ വിളിച്ചപ്പോൾ സിരിസ്ഥാൻ കേട്ടോന്നും അറിയില്ല. ഞാൻ മുമ്പ് ഗ്ലോബലിനോട് ക്ലിപ്പ് പിന്നെ ഹസറിജുമായി ബന്ധപ്പെട്ട് സിറിയക്കാരനെ വിളിച്ചിരുന്നു. ഒരു കുട്ടിന്റെ മുടി ഈ മുടിയിൽ വീണപ്പോ അല്ല അത് ഒരു കുട്ടിക്ക് ഭ്രാന്ത് ഒന്നുമല്ല, അത് പറഞ്ഞ ഇങ്ങനെ ഭ്രാന്ത് വന്നപ്പോ എന്ത് ചെയ്ത് ഒരു ഷെയർ മുബാറക്ക് എടുത്തിട്ട് ഈ കുട്ടിയുടെ തലയിൽ വെച്ചു കൊടുത്താല് ഹസറിജി ക്ലിപ്പ് കയ്യിലിപ്പോണ്ട്. അപ്പൊ ഇത് തലയിൽ വെച്ചു കൊടുത്തപ്പോ എന്തായി ഈ മുടി കുട്ടിയുടെ മുടിയിൽ അത് മിക്സായിട്ട് വേർതിരിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നു. അങ്ങനെ ഈ കുട്ടിയുടെ മുടി മൊത്തം പൊടിച്ച് അതായത് കട്ട് ചെയ്ത് ഡ്രിമ്മർ വെച്ചിട്ട് എന്നിട്ട് എല്ലാ മുടിയും കൂടി തീരിട്ട് എന്നിട്ട് ഒരു മുടിയായിരുന്നു വേർതിരിഞ്ഞ് കിട്ടി. ആ കഥ പറഞ്ഞത് ഇയാൾ ഒന്നായിട്ട് ഉള്ളൊരു സൂര്യക്കാരനാ. അത് ഇയാൾ പറഞ്ഞതായിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും മഷഹൂറായ ഒരു സംഭവം ഇയാളെ കയ്യിലുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈമാ സലാമത്താവുന്ന ഒരു വിഷയമല്ലേ ഷെറഫ്? അല്ല, നമ്മളാ വിഷയം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പരസ്യമായിട്ട് ഇത് നടത്തിയാൽ അതായത് ഇന്ന് ഇസ്ലാമിന്റെ പ്രബോധനം നടത്താൻ ഏറ്റവും വലിയ അവസരം ഇത് എന്തായാലും ഇപ്പൊ ഓലിക്കാർക്ക് വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇതൊരു ഒറിജിനൽ തെളിയിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ മീഡിയകളെ കുറിച്ച് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? സുഹൃത്തെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊന്നും പോരാതെ തയ്യാറാവില്ല. നിങ്ങൾ വേറെ പണി വല്ലതുണ്ട്. ഇവരിന് മേലാലും നുണ പറച്ചിൽ നിർത്തുന്നുള്ളത് ബാക്കി എനിക്ക് ഭാഗം വേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമുണ്ടോ നമുക്ക് ചോദിക്കാം. സത്യം പോരാ, കഴിഞ്ഞതിനൊരു തോപ ചെയ്യൂല. എനിക്ക് വില പറ്റിയാരാ എനിക്ക് വിഷാട്ടൊക്കെ അറിയാം. നമ്മൾ നാടൻ വർത്താനം പറയല്ലോ. ഒരു കളവ് പറഞ്ഞാൽ നിർത്താൻ 1000 കളവ് പിന്നെ പറയുന്നു. ഞാൻ അതിൻ്റെ നിങ്ങളൊരു കാര്യം ചോദിക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്തോളാം. അതായത് ഒന്ന് UAE ഔക്കാഫിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നമുക്ക് ലെറ്റർ കിട്ടൂടെ? അതുകൊണ്ടെന്താ വരിക? അതിനും വേണ്ട എനിക്കാലും താല്പര്യം. ഷെറഫ് ഈ രണ്ടിലൊന്നും സംഭവിക്കും. ഞാൻ ഒറ്റ വാക്ക് പറയാം. ഔക്കാഫിൽ ലെറ്റർ കൊടുത്താൽ ഒന്നുകിൽ ഒരു പറയും അത് ആണെന്ന് പറയും, അല്ല എല്ലാം പറയും. ആണെന്ന് പറഞ്ഞാൽ കാന്തപുര വിഭാഗത്തിന് ഒന്നുകൂടി ശക്തി കൂടി. കണ്ടില്ല UAE ഔക്കാഫ് പോലും ഇത് പറഞ്ഞു പറയും. ഇനി അല്ലാതെ പറഞ്ഞാൽ പറയും അത് മിസറിലെയും സൗദിയിലെയും വഹാബികളാണ് ഔക്കാഫില്ല, അതുകൊണ്ട് പോലും സ്വീകരിക്കില്ലെന്നത്. അല്ല അങ്ങനെയുള്ള മൂന്നാമതൊരു മറുപടിയിൽ വരുമോ? അതേ വരുള്ളൂ. നമ്മൾ ഈ മെനക്കെടുന്നതിന് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ എന്താ മാർഗമുണ്ട് നോക്കുന്നത് അല്ല വേണ്ട. പിന്നെ ഹസീജ് മൂപ്പര് കോഴിക്കോടൊന്നും ബസ്സിൽ നിങ്ങൾ ഒരു 2-3 ആളെ സെറ്റാക്കുമോ ഷെറഫ്? ഹസീജിന്റെ അടുത്ത് മാന്യം ഒരാൾ ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലേ, ആരുടെ അടുത്ത് പോയി നിജസ്ഥിതി അറിയണമെന്ന് ചോദിക്കാൻ പറ്റി തൻ്റെ ഉള്ള ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നിങ്ങളോട് ഞാൻ അന്ന് പറയേണ്ടത് ഷെറഫിനെ ശക്തമായി ബ്ലോക്ക് ചെയ്തത്. സത്യത്തിൽ ഞാൻ അബുദാബി പോയി എന്റെ മുഖ്യ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തിനായിരുന്നു. പിന്നെ കുറച്ചെന്റെ കളാവ് ഞാൻ ജയിലിൽ കിടക്കാൻ ഇങ്ങനെ ഡിങ്കോ ഗൾഫിൽ കുറെ ഇറങ്ങാറായതുകൊണ്ട് പിന്നെ കാര്യം നടന്നില്ല, ആരെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഉസ്മാൻ സഖാഫി ഒരു വട്ടം അവിടെ പിടിച്ചു ഉണ്ടാവും. നമ്മൾ ഈ
അതൊന്നും ശരിക്കും നമ്മളെ പരിധിപ്പെട്ട വിഷയങ്ങളൊന്നല്ല. എന്നാലും അത് ആ വിഷയത്തിൽ ഞാനൊന്നും പോയി പരിശോധിച്ചിട്ട് എടുത്തുകൊണ്ടൊരു കാര്യമില്ല. അയാളെന്തോന്ന് അറിയാന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞോ നിങ്ങളിപ്പോ ജായമാനത്ത് പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാനാണ് നമുക്ക് ഉറപ്പില്ല. അതിപ്പോ ഇന്ന് കല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞില്ല ആണെന്നുള്ളു, ഇതും ആകാണെന്നുള്ളു. അത് എന്നല്ലാതെ അതിലപ്പുറത്തുള്ള പ്രവർത്തനം അതിലപ്പുറം ഇപ്പൊ അള്ളാഹ് റസൂലിന് ഇപ്പൊ വന്ന് പറയാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും വേണ്ട മൂന്ന് ആളെല്ലാം ഈ വിഷയത്തിന് എന്താണ്ട് നമുക്ക് ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യിക്കാൻ പറ്റുമെന്നറിയാം. സമസ്ത ഈ വിഷയത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നല്ല കാര്യം. സമസ്ത മീൻസ് സമസ്ത. പിന്നെ ആരെയും അന്വേഷണം നടത്തണ്ടേ? എല്ലാ വിഷയങ്ങളും ആരെയും ഹൈജാക്ക് ചെയ്യാൻ മാത്രം മൂപ്പര് വളർന്നിട്ടുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചു? ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളിൽ കുറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ളത് എന്റെ ഷെർഫ് ഈ നിരപരാധിയുള്ള ആളുകൾ പറയുന്ന സംസാരിപ്പ് എന്താ? 40 മുഷാവറ മെമ്പർമാർ അംഗീകരിച്ചില്ലേ? തങ്ങന്മാരില്ലേ? കൊയ്യാന്മാരി ഇല്ലില്ലേ? ഇതാണ് ചോദ്യം. നിങ്ങൾ അറിയോ ഇത് വാങ്ങി കിട്ടിയെന്ന് പറയുന്ന AP സ്റ്റാർ 8 കൊല്ലമായിട്ട് ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു വിഷയമാണ്. അതായത് നിങ്ങൾ എന്തുവാണെന്നുണ്ട് വിഷാദാസന് പണ്ട് പ്രസവിച്ചില്ല. നമുക്ക് ആർക്കും നമ്പർ പറയാൻ പറ്റി. എനിക്ക് നേരെ ഞാൻ ഏറ്റെടുക്കാൻ അവർക്ക് ഓണസ്പോയത് എന്ത് ബോംബിലേക്ക് പോവാത്ത കഴിക്കണം. വിഷാദത്തിന്റെ ഒരു പ്രശ്നത്തിനാണ് ആ റസൂൽമാന്റെ ഷെയർ ഉപകാരമായിട്ട് പോലും നിങ്ങൾ പോയില്ലാന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. 8 5-8 വർഷമായിട്ട് നമുക്ക് സമയം കിട്ടാതുകൊണ്ട് പോയില്ല. അതാണ് ഇവൻ നമ്മൾ വ്യത്യാസം. ബഹുമാനപ്പെട്ട ഒരാളുണ്ട് വെള്ളത്തിലേക്ക് ഓടിച്ചെന്നോ ഈ കേരളത്തിൽ പിന്നെ പറപ്പോ എവിടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടോ സാർ? ഉണ്ട്. മൂപ്പര് പിന്നെ റിസാല ചെയ്താണ് ഇപ്പൊ. അടുപ്പിലെ റിസാല അതപ്പോ കയറാനുള്ളത് മനുഷ്യനൊരു കാര്യപ്പെട്ട ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് റിസാല അല്ല മുമ്പ് സ്കൈപ്പിൽ വരുന്ന റിസാല. ലെറ്റ്സ് ടോക്ക് അല്ല ട്രാൻസ് അല്ലേ? പിന്നെ പറപ്പോ എനിക്ക് മൊത്തത്തില് എല്ലാ കാര്യങ്ങളോട് മനസ്സിന്റെ ഉള്ളിലെ പറഞ്ഞു തരാട്ടോ. നിങ്ങളത് പുറത്തേക്ക് ലീക്കാക്കി കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ ഗ്രൂപ്പിസത്തിനൊക്കെ മാറാനുള്ള ഒരു താല്പര്യത്തിലൊക്കെയുണ്ട്. അതിപ്പോ ഗ്രൂപ്പൊന്നും സംഘടന വേണ്ടതല്ല. സംഘടനയൊക്കെ നടന്നോട്ടെ. അതിന് ഞങ്ങൾ എതിരല്ല. അത് നടത്തുന്ന വിഷയം വേണ്ട. കുറ്റിപ്പുറസാദും പ്രസാദൊക്കെ പോയാ വഹിക്കുന്നതിന് അതിപ്പോ അതിപ്പോ ഈ പറഞ്ഞ വാദം ഒസാലി മാമ കുട്ടിനോട് പറഞ്ഞ പോലെ പിന്നെ ഒരു പുതിയ ഗ്രൂപ്പിലേക്കുള്ള വർത്താനില്ല. ഒരു ഗ്രൂപ്പും വേണ്ടാന്ന് പറയുന്നില്ല. ഞാൻ ആരെയും ഗ്രൂപ്പ് വിളിക്കുന്നില്ല. ഞാൻ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണെന്നും വിളിക്കുന്നില്ല. അല്ല ഞാനിപ്പോ അതിലേക്ക് നമ്മൾ ഗ്രൂപ്പ് രൂപീകരിക്കും. നമ്മൾ അറിഞ്ഞ ആളുകളൊക്കെ എന്തെങ്കിലും ഈ വിഷയത്തിൽ നേരിടുന്ന അപ്പുറം മറുഭാഗത്തുള്ള ഒരു വലിയ ഭീമനാണ് നമുക്കറിയാം. പക്ഷെങ്കിൽ നമ്മളെ പോരായ്മകളും നമ്മളെ ന്യൂനതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വല്ലതും ചെയ്യാൻ സാധ്യമാണോ എന്നുള്ളൊരു ചർച്ച അതിനെ പ്രസക്തി. ഇനി പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയം നമ്മളെ തൊള്ള കൊണ്ട് അനങ്ങിയിട്ട് പോകാത്ത രൂപത്തില് ഉള്ളിലൂടെ ആരെയൊക്കെ പിടിച്ചിട്ട് വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇതെവിടെ നിന്ന് എത്തിക്കാൻ പറ്റുന്ന മാറ്റം കിട്ടുന്നത്. അതായത് ഇപ്പൊ ഞാനറിയാം എനിക്ക് ഇന്ന് 3 കോണം ഉണ്ടാക്കുന്നത്. ആരൊക്കെയാണ്? അതായത് ഒന്ന് എന്റെ മഹലിൽ പുറത്തുനിന്ന് ഒക്കെ ആയിട്ട് ഈ എന്നോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പ് കൂട്ടുന്നുള്ള അഭിപ്രായമാണ് ഇപ്പൊ പലപ്പോഴും കഴിയുന്നത്. പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങളെ പറ്റി പ്രചരിപ്പിക്കുന്ന നിങ്ങളിപ്പോ എന്താ ചെയ്താലും
എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് പറയാൻ കഴിഞ്ഞ. നിങ്ങളെ കണ്ണുകൊണ്ട് സാക്ഷിയല്ലേ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് 2 സാധുക്കൾ എയർപോർട്ടിലോട് നിങ്ങൾ കണ്ടല്ലേ? പിന്നെ അതൊക്കെ പ്രചരണമായില്ലേ? അപ്പോ അല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആരും പുറത്ത് നമ്മളാവുന്ന കാര്യം പറഞ്ഞോ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയും മനസ്സിലാൽ അത് ആരും ഇതൊക്കെ പറഞ്ഞാൽ കുറെ കട്ടിയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ കാഴ്ചപ്പാടുകളാണ് കൂടുതൽ. ഒരാളെ കുറിച്ച് സുൽത്താനെ കുറിച്ചാണെങ്കിൽ സുൽത്താനെ കുറിച്ചായിട്ടുള്ള ആളുകളെ കുറിച്ച് അതിനുള്ള എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരു മിതത്വം എല്ലാ വിഷയത്തിലും നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കാത്ത വിഷയങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നപ്പെടാം. നമ്മളൊക്കെ രണ്ട് വീട്ടിൽ പോവാണ്. നിങ്ങൾ പറഞ്ഞ മാനസികമായ ചാപല്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയല്ല, ആ രൂപത്തിലല്ലേ പറഞ്ഞത്. ഒരാളെ കുറിച്ചിപ്പോ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ആയിരിക്കും അറിയാമോ? ഇതില് ഏറ്റവും കൂടുതൽ ഈ വിഷയം ബോധ്യപ്പെട്ട എഫക്ട് ചെയ്യാനാണെന്ന് ഏറ്റുസ്ഥാനെ കുറിച്ച് ഒരു വലിയ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കണ്ടൊരാളെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പറയാം. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയം എഫക്ട് ചെയ്യാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് പിടിച്ചാൽ നിൽക്കാൻ കഴിയില്ല. അതേപോലെ ഞമ്മക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായ ഒരവസ്ഥ ഉണ്ട് ഒരാളെ കുറിച്ച്. ഇനി എത്ര എവിടെ കഴിഞ്ഞാലോ നമ്മളെ ശരീരത്തിന്റെ ഇപ്പൊ അവരുണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിഎമ്മിനെ കുറിച്ച് കുടുംബിലാണം എന്നൊക്കെ സാധാരണ പറയാമല്ലോ. പക്ഷെ അവർ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ഇതായിട്ട് ഞാനും ആ അഭിപ്രായക്കാരനാണ്. ഒരു തൊരീക്കത്ത് പല വിഷയങ്ങളിലും ഞാൻ കാരണം അതുകൊണ്ട് ഇവരെ നമുക്കൊരു പെരുത്തുകൾ ഉണ്ടാവില്ല. അതിന് ഇപ്പൊ സിഎമ്മിനെ പോലുള്ള മഹാന്മാരടക്കം നമുക്കൊരു പെരുത്തുകൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ശരീരത്തിന്റെ ഇതിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. നേരെ മറിച്ച് ഇങ്ങനത്തെ കുത്തുവന്ന് പറഞ്ഞത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളോട് അവശ്യവശമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മികത്ത് നമുക്ക് ആ വിഷയത്തിലുള്ള ആളുകളുടെ മറ്റത്തോളം ഇനി തന്നു കേട്ടുകഴിഞ്ഞാൽ പ്രശ്നം വരില്ല. ഇതുകൊണ്ട് നിന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്നാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന നമ്മുടെ നിലവിലുള്ള എത്ര വലിയ പണ്ഡിതന്മാർ ആരാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനുണ്ടായേക്കാവുന്ന ചാബല്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇനി എത്ര നമ്മളിതായി കാണാൻ ഉണ്ടായേക്കാം എന്നൊരു കാഴ്ചപ്പാടോടൊക്കെ കൂടെ കാണുമ്പോൾ കുറെ വിഷയങ്ങളൊക്കെ ചാപല്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഉണ്ടാകാം എന്നുള്ള സാധ്യത വെച്ച് കാണുമ്പോ തന്നെ നമുക്ക് കുറെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എത്ര വിഷയം വന്നു കഴിഞ്ഞാലും. ഇതിന് മാർഗം ഉണ്ടാവുമോ? അതായത് കുറച്ച് ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? എന്റെ സെൽഫ് കുറച്ച് ആളുകളുണ്ടെങ്കിൽ ഒരു ചെവിയിൽ കുശുകുശു എന്നോടും നിങ്ങളോടും അസീസ്ഥാനോട് പറയും ഞാൻ റെഡിയാണ്. ഈ പുലിക്കൂട്ടിൽ ആര് കയറുമെന്നില്ലാണ് വിഷയം. അവിടെയാണ് മർമ്മം. നരിക്കൂട്. കാരണം വെച്ചാൽ നിങ്ങളോട് പറഞ്ഞില്ല എന്നറിയാം. ആളെ പേര് ആര് പുറത്തുള്ള അല്ലല്ലോ. മീറ്റിംഗ് വിളിച്ചില്ലല്ലോ. മീറ്റിംഗ് വിളിച്ചില്ലേ? കിട്ടിയില്ല. നാളെ മീറ്റിംഗ് പറഞ്ഞാല് ഇവിടെ രണ്ടാളെ പുറത്തുള്ള രണ്ടാളല്ലോ. ചെറുപ്പ് ഉസ്താദും മറ്റേ കൂട്ടൂരും. ചെറുപ്പ് ഉസ്താദ് ഇഹിയാവൂരും മുദ്ദീൻ വരെ തുള്ളി. അത് കേട്ടപ്പോ എന്താ പറയുക എങ്ങനെ അതായത് ഇഹിയയിൽ കുറെ മൗലിക ഹദീസുകളില്ലേ, അതുകൊണ്ട് റസാലിമാമ് മോശക്കാരനാവുക ഒരു ഖിയാസാക്കുന്നു ഈ വിഷയത്തിലേക്ക്. പിന്നെന്താ പറയാ, എന്താ ഖിയാസ്? ഓരോരുത്തർക്കും ഓരോ വിഷയം നോക്കാം. അതാ പറഞ്ഞത് ഈ നമ്മളെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിലാണ് പൂച്ചക്കാരമാണ് ഒരുപാട് വിഷയങ്ങൾ അനുഭവമുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നാളെന്നോട് പറയുന്ന വിഷയം
അതിന്റെ ഒരു വിഷയം ഞങ്ങളോട് പറയല്ലേ, ഒരാള് ഉസ്താദിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് അന്നൊക്കെ തന്നെ പറയട്ടെ ഒരു ഇതിന് സംബന്ധമായ വിഷയം പറഞ്ഞിട്ട് നാദാപുരത്തുനിന്ന് കല്യാണം കഴിച്ച എന്റെ നാട്ടുകാരനായ കാര്യമേ പറഞ്ഞു കൊടുക്കണ്ടേ? ആ അപ്പൊ ഇത് ഈ അനുഭവം എന്റെ അടുത്ത് അങ്ങനെ വിഷയം പറയാനുണ്ടാവില്ല. ഞമ്മക്ക് ഇഷ്ടത്തുള്ള ഒരു കാഴ്ചപ്പാടില് പരിമിതിയുള്ളതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്നതോടെ തന്നെ മറ്റൊരു കൂടി കേൾക്കാൻ എന്ത് ചെയ്യും പറ്റൂ. മനസ്സിലെ പാകമുള്ള മനസ്സാണ്. അവിടെ നമ്മൾ ചെയ്യുന്നാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന നമ്മുടെ നിലവിലുള്ള ബഷീർ ഖാനോട് സംസാരിച്ചപ്പോ പ്രകടമായിട്ട് തന്നെ ബഷീർ ഖാൻ പറഞ്ഞ മറുപടി ഞാൻ വായിച്ചെടുത്ത് ഉസ്താദ് പറഞ്ഞോലോ ഇതല്ലേ ഷെർഫോ ഞാൻ ഒറ്റക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 38 ആള് പറഞ്ഞ ഒന്ന് 39 ഒന്ന് ഷെയ്ഖുനി 40 38 ആളും ഈ വിഷയത്തിൽ എ പി ഉസ്താദിനെതിരെ മുണ്ടാൻ തയ്യാറല്ല. അവിടെ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഉസ്താദ്, എന്നറിയാം. അതായത് ഉസ്താദിനെ പോലുള്ള ആളുകളെ അപ്രിയരായി കാണുന്ന ചില ആളുകളുണ്ട് ഉണ്ടല്ലോ. അവരെ ഒന്നും അല്ലാതെ ആക്കണം വിചാരിച്ചിറക്കുന്നത്. അപ്പൊ എന്താ അങ്ങനെയുള്ള ആളുകള് ഇപ്പൊ പല വിഷയങ്ങളായിട്ട് ഉസ്താദിനെ പോലുള്ള ആളുകളെ ഉസ്താദിനെ ചെയ്തിട്ടുണ്ട് തന്നെ തിരക്കിയിട്ട് വിഷയം പറയിപ്പിക്കാം. എന്നിട്ട് അവിടുന്ന് ഓലങ്ങ് മുങ്ങ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഉസ്താദിനായി ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഒരു 3-4 ചാൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉസ്താദ് വല്ലതാവും. ഒന്നുമല്ലാതെ ആക്കാനുള്ള ഒരു ശ്രമം ചെയ്യുന്നുണ്ടെന്ന് നടത്തുന്നുണ്ട്. അതിപ്പോ ഉസ്താദിന് ഏകദേശം ഒരു തിരിച്ചറിവ് ആവശ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം തുടങ്ങിയൊന്നുമല്ല, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ സംഭവം ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആവശ്യമുണ്ട്. അപ്പൊ വന്നിട്ടുണ്ട് അടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ കൈകാര്യം ചെയ്താലൊക്കെ ആകുക എന്നുള്ളതിൽ ഒരു ഒത്തുപിടി കിട്ടാതെയാണ് വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊരു വസ്തുതയാണ്, ഒന്നും ചെയ്യുന്നുള്ളതാണ്. പണ്ട് നമ്മളെ ഉസ്താദിനെ പറ്റി ധാരാളം അറിയാം. ടി പി സാറിനെ കേട്ടിട്ടുണ്ടെങ്കിൽ മൂപ്പരെല്ലാം തുറന്നാണ് പറയും. നിങ്ങളിപ്പോ ഈ പറഞ്ഞ സംഗതി മൂപ്പർക്ക് ലാശപ്പറ്റി ഉണ്ടാവും. അല്ല അത്ര അല്ല അങ്ങനെ ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളോടും തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ എല്ലാം കൊണ്ടും പിന്നെ ഉസ്താദിയത്തും എല്ലാം കൊണ്ടും നമ്മളോട് പറയാൻ നമ്മളെങ്ങനെ വിഷയം സൂചിപ്പിക്കേണ്ടതല്ല. പിന്നെ നമ്മളൊരു മാനസികമായ ഇതുള്ളത് കൊണ്ട് അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ് ആയിരിക്കുന്ന മറ്റു വിഷയങ്ങൾക്ക്. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പറഞ്ഞു. പക്ഷെ വേറെ ഞാനതിന് പെൺപ്രസാദിന്റെ ഒരു റേഞ്ചിലല്ലല്ലോ. എനിക്കിപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. നിങ്ങൾക്ക് തോന്നുന്നല്ലേ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നഷ്ടപ്പെടാനുണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടുണ്ടാവില്ല. അത് ഇപ്പൊ നഷ്ടപ്പെടാനില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് കിട്ടേണ്ടത് കിട്ടാതാണെന്ന് പറഞ്ഞാല് അത് നിങ്ങൾക്കും നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്. അതിനവസരങ്ങൾ ഇല്ലാതെ പോകും. ഷെർഫു, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നിങ്ങള് പിന്നെ ഷെയ്ഖുന ഇതിന്റെ തുടക്കത്തില് കോൺഗ്രസിന്റെ അടുത്തുള്ള ഒരു പിന്നെ എന്താ പറയാ ഹോട്ടലാ ഹോളോ അവിടെ ഈ പ്രവാസികർ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അതായത് നിങ്ങൾ 4 16 ആൾക്ക് പറയണ്ട വെച്ചിട്ട് അന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ചോദ്യങ്ങൾ മുഴുവൻ 80% ഏലംകുളവും 10% മറ്റേ ഇയാളും ഒരു പത്തപ്പിരിയോ വേറെ ഒരു കുട്ടി മുണ്ടുന്നില്ല. അതിലാരൊക്കെ ചോദിച്ചല്ലോ, ഉസ്താദെ നമുക്ക് ഇതൊരു പരീക്ഷണം നടത്തിക്കൂടെ എന്ന് വെച്ചപ്പോ എന്താ ഇത് പരീക്ഷണം നടത്തുക പറയുമ്പോഴത്തേക്ക് തന്നെ ഇവരൊക്കെ അടങ്ങി. നിങ്ങൾ പറയാം ആരാ ഇത് ചോദിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങളറിയോ ഞാനിപ്പോ സുന്നിയല്ല, ഞാൻ മുനാഫിക്കാന്നൊക്കെ മൂപ്പര് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അതിനെന്താ കാരണം? ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ പൊന്നോസ്താനോട് വിഷയം പറഞ്ഞതിനുള്ള ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പറഞ്ഞേ ആര് ആരോടാ പറഞ്ഞ ഒക്കെ പറഞ്ഞിരിക്കുന്നു ചെറുപ്പോ. അത് വിട്ടേക്ക് ചെറുപ്പോ, ആളെ പേര് നിങ്ങൾ അന്വേഷിക്കണ്ട, ആളെ പേര് നിങ്ങൾ ചോദിക്കണ്ട. മൂപ്പരായാലും വലിയൊക്കെ പറയും വിഷയം പിടികളും.
അല്ല ചോദിക്കും ജസ്റ്റ് പുറത്ത് എവിടെ വിട്ടോന്ന് സാക്ഷികളെ പറഞ്ഞ് ഞാൻ നിർത്തും. അതിന് സാക്ഷികളെ പറഞ്ഞ് ഞാൻ തരാം. അപ്പൊ അതിന് സമയത്തില്ല. എന്തിനാലും പറയാം മുമ്പ് കഴിഞ്ഞ ഇയാളോട് പറഞ്ഞിട്ടുണ്ടോ ബഷീറജിനോട് ഓൻ കണ്ടോലൊക്കെ ഫോണ് വിളിച്ചിട്ട് പറയുന്നു. ആരായി കണ്ടോല്? പൊന്മള പേരോട് ഇവരോട് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ സഭയിൽ മുഖിക്കത്തപ്പെട്ട തെറ്റായിട്ട് മുമ്പ് എണ്ണിയത്. ഓ നമ്മളാളല്ലാന്ന് കുഴപ്പമൊന്നുമില്ല. മുപ്പൊരു എന്ത് പറഞ്ഞാലും അതിനങ്ങനല്ല, അതിന് കണ്ടോളസ്റ്റാൻഡ് വാക്കാണ് ഇത്. അതിനുള്ള വാക്ക് സംഭവം ജമ്മൊക്കെയാണ്. ഞാൻ ഏപ്പിട്ട ആളല്ല, ഏപ്പി എന്റെ ആളാണെന്ന് പറഞ്ഞത്. അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ നേരത്തെ കാലത്ത് പോയത് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പറയുന്നു. പിന്നെ മൂപ്പരോട് നേരിട്ട് സംസാരിച്ച ഒരാളല്ല ഇപ്പൊ നമ്മളെ കൂടെ ഇരിക്കുന്നത്. മൂപ്പര് ഈ വിഷയം കണ്ട സത്യം ബോധ്യപ്പെടുത്തിയ സമയത്ത് മൂപ്പര് ഞാൻ മശായിഖന്മാരെ സ്വപ്നത്തിലൂടെ എനിക്ക് പറഞ്ഞെന്നല്ലേ പറയുന്നത്. പിന്നെ ഞാൻ പുറകം പറഞ്ഞത് അവിടെ അതിനിപ്പോ അതിന്റെ സംസാരിച്ചപ്പോ എന്താ മൂപ്പരെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞേ? എത്തില്ലേ ഞാൻ മൂപ്പരോട് തുറന്ന് പറഞ്ഞല്ലേ ഷർഫു, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഞാനത് പറഞ്ഞതാ, ഞാനിത് സുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. അതിന്റെ പേരിൽ ഞാൻ സുന്നത്തിനകത്ത് പുറത്താകുമെന്ന് ചോദിച്ചു മൂപ്പരോട്. മൂപ്പരെന്താ പറഞ്ഞത്? ഇല്ല, അതിജ് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്ന സുന്നത്തെ മാത്രം പുറത്താകുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാനാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ സംഘടനയോ സുന്നത്തമാറിനോ പുറത്താണോ ഞാൻ ചോദിച്ചു. പറഞ്ഞു വെച്ചു പറഞ്ഞു അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് വിശ്വസിക്കണോ വിശ്വസിച്ചോ എനിക്ക് അതിനുള്ള തെളിവുണ്ടാകാൻ മതി. ഞാൻ പറയുന്ന ഓക്കെ, അതാണ് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി. അപ്പൊ ഇത് റിലേറ്റീവാണ്, ആപേക്ഷികമാണ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, നിർബന്ധിക്കരുത്. ഇപ്പൊ മ്യൂസിയമായി ഒന്നത് റേഞ്ചിലല്ലല്ലോ, എനിക്കിപ്പോ ഒന്ന് നഷ്ടപ്പെടാണ്ടല്ലോ. ഇങ്ങോട്ട് പോകുന്നല്ലേ, നിങ്ങൾക്ക് കഷ്ടപ്പെടാനില്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ബഷീർ ഖാനോട് സംസാരിച്ചപ്പോ പ്രകടമായിട്ട് തന്നെ ബഷീർക്ക് പറഞ്ഞ മറുപടി ഞാൻ വായിച്ചെടുത്ത് ഉസ്താദ് പറഞ്ഞല്ലോ ഇതല്ലേ ഷെർഫോ? ഞാൻ ഒറ്റക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 38 ആള് പറഞ്ഞ ഒന്ന് പൊന്മുള ഉസ്താദ് 39, ഒന്ന് ഷെയ്ഖുനി 40, 38 ആളും ഈ വിഷയത്തിൽ ഉസ്താദിനെതിരെ മുന്നാൻ തയ്യാറല്ല. അവിടെ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഉസ്താദ് പറയാം. അതായത് പൊന്മുള പോലുള്ള ആളുകളെ അപ്രയരായി കാണുന്ന ചില ആളുകളുണ്ട് ഉണ്ടല്ലോ. അവരെ ഒന്നും അല്ലാതെ ആക്കണമെന്ന് വിചാരിച്ചെടുക്കുന്നില്ല. അപ്പൊ എന്താ അങ്ങനെയുള്ള ആളുകള് ഇപ്പൊ പല വിഷയങ്ങളായിട്ട് ഉസ്താദിനെ പോലുള്ള ആളുകളെ ഉസ്താദിന്റെ രംഗത്തിറക്കിയിട്ട് വിഷയം പറയിപ്പിക്കാം. എന്നിട്ട് അവിടുന്ന് ഓലങ്ങ് മുങ്ങ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഉസ്താദിനായി ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഒരു 3-4 ചാൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉസ്താദ് വല്ലാതാവും. അല്ലാതെ ആക്കാനുള്ള ഒരു സംബന്ധിക്കുന്നുണ്ട് നടത്തുന്നുണ്ട്. അതിപ്പോ ഉസ്താദിന് ഏകദേശം ഒരു തിരിച്ചറിവ് ആവശ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം തുടങ്ങിയൊന്നുമല്ല, എല്ലാം ഉണ്ടായിരുന്നു. അല്ല സംഭവം അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആൾക്കാരുണ്ട്. അപ്പൊ വന്നിട്ടുണ്ട് അടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ കൈകാര്യം ചെയ്താലൊക്കെ ആകാന്നുള്ളതിൽ ഒരു ഒറ്റുപിടി കിട്ടാതെയാണ് വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊരു വസ്തുതയാണ്, ഒന്നും ചെയ്യുന്നുള്ളതാണ്. പണ്ട് നമ്മളെ ഉസ്താദിനെ പറ്റി ധാരാളം അറിയാം. ടി പി സാറിനെ ആണെങ്കിലും മൂപ്പരെല്ലാം തുറന്നാണ് പറയും. നിങ്ങളൊക്കെ ഈ പറഞ്ഞ സംഗതി മൂപ്പർക്ക് ലാശപ്പറ്റി ഉണ്ടാവും. അല്ല അത്ര വിഷയം അല്ല അങ്ങനെ ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടും തന്നെ എന്ത് ചെയ്യുന്നു. നമ്മളിപ്പോ എല്ലാം കൊണ്ടും പിന്നെ ഉസ്താദിയത്തും എല്ലാം കൊണ്ടും നമ്മളോട് പറയുന്നത് നമ്മളെങ്ങനത്തെ ആ വിഷയം സൂചിപ്പിക്കേണ്ടതല്ല. പിന്നെ നമ്മളൊരു മാനസികമായ ഇതുള്ളത് കൊണ്ട് അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ് റൂമിലായിരിക്കുന്ന മറ്റു വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പറഞ്ഞു. പക്ഷെ വേറെ ഒന്നും ഞാനതിന് പൊന്മുളസാദിന്റെ ആ ഒരു റേഞ്ചിലല്ലല്ലോ. എനിക്കിപ്പോ ഒന്ന് നഷ്ടപ്പെടാണ്ടല്ലോ. ഇങ്ങോട്ട് പോകുന്നല്ലേ, നിങ്ങൾക്ക് കഷ്ടപ്പെടാനില്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നഷ്ടപ്പെടാനുണ്ട്.
എന്താണ് അവസാനത്തെ ഇതൊക്കെ വ്യക്തിപരമായിട്ട് അതിലെങ്കിലും ഒന്നും നഷ്ടപ്പെടുണ്ടാവില്ല. അതിക്ക് നഷ്ടപ്പെടാൻ എല്ലാവർക്കും നിങ്ങളിപ്പം പറയൂ. പക്ഷെ അത് കിട്ടേണ്ടത് കിട്ടാതാണോ എന്ന് പറഞ്ഞാല് അത് നിങ്ങൾക്കും നഷ്ടമാണ്, സമൂഹത്തിനും നഷ്ടമാണ്. അതിനവസരങ്ങൾ ഇല്ലാതെ ഉള്ളൂ. ഷെർഫു, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നിങ്ങൾ പിന്നെ ഷെയ്ഖുന ഇതിന്റെ തുടക്കത്തില് കോൺഗ്രസിന്റെ അടുത്തുള്ള ഒരു പിന്നെ എന്താ പറയാ ഹോട്ടലാ, ടവറാ, ഹോളോ, അവിടെ ഈ പ്രവാസകരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അതായത് നിങ്ങൾ 16 പറയണ്ട വെച്ചിട്ട് അന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ 80% ഏലംകുളവും 10% മറ്റേ ഇയാളും ഒരു പത്തപ്പിരിയോ വേറെ ഒരു കുട്ടി മുണ്ടുന്നില്ല. അതിലാരോർക്ക് ചോദിച്ചല്ലോ, ഉസ്താദെ നമുക്ക് ഇതൊരു പരീക്ഷണം നടത്തിക്കൂടെ എന്ന് വെച്ചപ്പോ എന്താ ഇത് പരീക്ഷണം നടത്തുക പറയുമ്പോഴത്തേക്ക് തന്നെ ഇവരൊക്കെ അടങ്ങി. ഇങ്ങനെ നിങ്ങൾ പറയാം, ആരാ ഇത് ചോദിക്കാൻ പോയിട്ടുണ്ട്? നിങ്ങളറിയോ, ഞാനിപ്പോ സുന്നിയല്ല, ഞാൻ മുനാഫിക്കാന്നൊക്കെ മൂപ്പര് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അതിനെന്താ കാരണം? ഞാൻ ചെയ്ത തെറ്റിയാ പൊന്നോസ്താനോട് വിഷയം പറഞ്ഞു